I'm talking about bringing in money into Canada. അപ്പോൾ ഒരു $10,000 കൂടുതൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്കിന് there are source institutions that have to declare, that have to report. അതിനൊരു 24-hour റിപ്പോർട്ടിംഗ് പീരീഡ്. അതിൽ FSCയുടെ റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ? നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വീണ വിജയനുമായി ബന്ധപ്പെട്ട ഒരു വിവാദം, കാനഡയിലെ ഒരു ഇൻകോർപ്പറേഷൻ കമ്പനിയെ ചൊല്ലിയായിരുന്നു ആ വിവാദം. തനിക്ക് കാനഡയിൽ കമ്പനിയുണ്ട് എന്ന വ്യാജ പ്രചരണം നടത്തിയതിൻ്റെ പേരിൽ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസിൽ പരാതിയും നൽകി. ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ്റെ പേര് എടുത്തുകാട്ടിയാണ് ചിലർ പ്രചരണങ്ങൾ നടത്തിയത്. വീണ വിജയൻ കേസ് എന്തുമാകട്ടെ, കാനഡയിൽ ഒരു കമ്പനി തുടങ്ങാൻ കേരളത്തിലിരിക്കുന്ന മലയാളികൾക്ക് കഴിയുമോ? അതോ കാനഡയിലേക്ക് കോടികൾ കടത്താനാകുമോ ഇന്ത്യയിൽ നിന്ന്? ഇത്തരം സംശയങ്ങൾ ഓരോ മലയാളിയിലും ഉണർന്നു. ചിലരൊക്കെ എന്നോട് നേരിട്ട് ചോദിച്ചു, കാനഡയിൽ ഒരു കമ്പനി ഇത്ര എളുപ്പത്തിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുമോ? ഞാൻ കാനഡയിൽ ചെല്ലുന്ന അന്ന് മുതൽ കേൾക്കുന്ന പേരാണ് ക്രിസ് ലാമണ്ണിലിൻ്റേത്. പ്രമുഖ അഭിഭാഷക. മലയാളി സമൂഹത്തിന് എന്തെങ്കിലും നിയമ ആവശ്യങ്ങളുണ്ടെങ്കിൽ അവിടെ ക്രിസ് ലാമണ്ണിലുണ്ട്. മലയാളി വാർത്തയുടെ പ്രതിനിധി ജോഫി ഫിലിപ്പ് ക്രിസ് ലാമണ്ണിലുമായി ഇക്കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. കമ്പനികാര്യ നിയമ നടപടികളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളയാളാണ് ക്രിസ് ലാമണ്ണിൽ. ക്രിസ് ലാമണ്ണിലുമായി ജോഫി ഫിലിപ്പ് നടത്തിയ അഭിമുഖം ഇങ്ങനെ. നമസ്കാരം. കാനഡയിൽ ആർക്കൊക്കെ കമ്പനി രജിസ്റ്റർ ചെയ്യാം? എന്തൊക്കെയാണ് നിയമവശങ്ങൾ? രജിസ്ട്രേഷൻ്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്? എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട്? തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നമ്മളോട് ചർച്ച ചെയ്യാനിരിക്കുന്നത് ക്രിസ് ലാമണ്ണിലാണ്. ക്രിസ് കഴിഞ്ഞ 10 വർഷമായിട്ട് ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോ പ്രാക്ടീസ് ചെയ്യുന്നു ടൊറൻറ്റോയിൽ. വെൽക്കം ക്രിസ്. താങ്ക് യു ജോഫി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us today. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കാനഡയിൽ ആർക്കാണ് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത്? കാനഡയിൽ ആർക്ക് വേണമെങ്കിലും കമ്പനി രജിസ്റ്റർ ചെയ്യാം. ആക്ച്വലി you don't have to be a resident of Canada specifically to register a company. അതാണ് ജോഫി ഉദ്ദേശിച്ചതെങ്കിൽ. അപ്പം നമുക്കിവിടെ വർക്ക് പെർമിറ്റിലുള്ളവർക്കോ ഈവൻ ഫോറിനേഴ്സിനായാലും അല്ല ഇവിടുത്തെ റെസിഡൻസിന് കമ്പനി ഇവിടെ രജിസ്റ്റർ ചെയ്യാം. സ്റ്റുഡൻസിനും ചെയ്യാൻ പറ്റും. ബട്ട് അഗൈൻ രജിസ്റ്റർ ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് ആ കമ്പനിയുടെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അഗൈൻ നമ്മൾ ഇമിഗ്രേഷൻ റൂൾസും വിസ റിക്വയർമെൻറ്റ്സും എല്ലാം നോക്കേണ്ടി വരും. എന്തൊക്കെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആണ് കമ്പനി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യമുള്ളത്? സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പം എസെൻഷ്യലി നമുക്ക് ആദ്യമേ വേണ്ടത് നമ്മൾ എന്ത് ടൈപ്പ് ഒരു ബിസിനസ്സാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെപ്പറ്റി ഒരു ധാരണ. പിന്നെ നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ പേരെന്തായിരിക്കും, അതേപോലെ തന്നെ നമ്മളുടെ മെയിൻ ഹെഡ് ഓഫീസ് എവിടെയാണ്, ഇതൊക്കെ രജിസ്ട്രേഷൻ്റെ സമയത്ത് വേണം. ഇതും ഒരു കോർപ്പറേഷൻ ആക്കുവാണ് എങ്കിൽ നമുക്ക് വേണ്ട സംഭവങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു കമ്പനി ഒരു കോർപ്പറേഷന് നമുക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യേണ്ടപ്പം നമുക്കൊരു ഡയറക്ടർ വേണം മിനിമം. അപ്പോൾ ആ ഡയറക്ടറിൻ്റെ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും. ഈ ഡയറക്ടർ കനേഡിയൻ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? അഗൈൻ നമ്മളൊരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് അത് ഫെഡറൽ ആണോ പ്രൊവിൻഷ്യൽ ആണോ? ഫെഡറൽ എന്ന് പറയുമ്പം എൻറ്റയർ കാനഡയിൽ അതിന് പ്രവർത്തിക്കാനുള്ള ഓപ്ഷനുണ്ട്. ആൻഡ് ഇറ്റ്സ് എ കനേഡിയൻ കോർപ്പറേഷൻ അതിനെ പറയും നമ്മൾ. ആൻഡ് പ്രൊവിൻഷ്യൽ എന്ന് പറയുമ്പോൾ അത് പ്രോവിൻസിലാണ് ഓപ്പറേഷണൽ. അങ്ങനെ നിൽക്കുമ്പം ഡയറക്ടർ കനേഡിയൻ ആവണമെന്ന് ഫെഡറൽ കോർപ്പറേഷൻ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ഓർ 25% എന്ന് നമ്മൾ പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഷുഡ് ബി എ റെസിഡൻറ്റ് കനേഡിയൻ. പണ്ട് ഇപ്പോൾ ഒൻറ്റാറിയോ പ്രോവിൻസിൽ ആ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് മാറ്റി 2021. സോ ദർ ഇസ് മോർ ഫ്ലെക്സിബിലിറ്റി. ഓക്കെ, സോ രജിസ്റ്ററിംഗ് കമ്പനി ഈസ് മോർ ഫ്ലെക്സിബിൾ നൗ അല്ലേ? Yes, if you ask me. അപ്പം ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്ര പേരെ വരെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? See, it's not the maximum number. It's minimum you need to have one director at least. Okay. So that is നമുക്കൊരു മിനിമത്തിന് ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. പിന്നെ ഒരു കോർപ്പറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് അത് കൂടുതലും അതിൻ്റെ ആർട്ടിക്കിൾസ് ആൻഡ് ബൈലോസ് ആണ് ഇതെല്ലാം ഗവേൺ ചെയ്യുന്നത്. അപ്പോൾ ആ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മളോട് അതിൻ്റെ അകത്ത് നമ്മൾ എൻലിസ്റ്റ് ചെയ്തേക്കുന്നതാണ് അതിൻ്റെ ആ ഒരു അപ്പം നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേനും
സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് പാസ്പോർട്ടിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ PR കാർഡിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിൻ്റെ കോപ്പിയോ അങ്ങനെ എന്തെങ്കിലും സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടല്ല. ഇപ്പം നമ്മൾ സോ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് ആസ് എ ലോയർ ഇഫ് സംബഡി അപ്രോച്ചസ് മീ ആൻഡ് സേസ് ദാറ്റ് നമുക്കിങ്ങനെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണം. അഗൈൻ ഇതെല്ലാം നമ്മളൊരു കോർപ്പറേഷനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് വിത്ത് റിഗാർഡ്സ് ടു ഇൻകോർപ്പറേറ്റിംഗ് എ കമ്പനി. കാരണം അഗൈൻ ദർ ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ബിസിനസ്സസ് ആൻഡ് കമ്പനീസ്. അപ്പോൾ നമ്മളിപ്പം സ്പെസിഫിക്കലി ഇൻകോർപ്പറേഷനെ പറ്റിയാണ് അറിയുന്നത്. അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഒരു ക്ലയൻറ്റ് വരുവാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ചില ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ ID വെരിഫിക്കേഷൻ പ്രോസസ്സ് നമുക്കും ഉണ്ട്. ആ സമയത്ത് നമ്മളത് ചോദിക്കും ദാറ്റ് നമ്മുടെ അടുത്ത് ഒരു പാസ്പോർട്ടോ ഡ്രൈവേഴ്സ് ലൈസൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. അത് ചോദിക്കാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ആ വ്യക്തിയുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാനും. 2, അതിൻ്റെ അകത്താണ് ഇപ്പോൾ അവർ പറയുന്നത് അവരുടെ പേര് ആ കറക്റ്റ് പേര് വേണം നമ്മൾ ഫയൽ ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ ആ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഫയൽ ചെയ്യാനായിട്ടുള്ള കറക്റ്റ് പേര്, അതിൻ്റെ സ്പെല്ലിങ്, ഓൾ ദോസ് തിങ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അതിന് വേണ്ടിയിട്ടാണ് കൂടുതലും നമ്മൾ ഈ ID ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത്. എത്രയാണ് ഫീസ് നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ളത്? ടിപ്പിക്കലി ദേ ആർ ഇൻ hundreds of dollars, അത്രേ ഉള്ളൂ. അതായത് ഒരു $100, $200 ആ റേഞ്ചിൽ. പിന്നെ അത് ഗവൺമെന്റ് ഫീസ് ആണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ ഓഫ് കോഴ്സ് യെസ്, നമ്മൾ ആസ് എ ലോയർ I would say around $300 including the lawyer's fees you can register a company in Canada. അതില്ല കേട്ടോ. നോ. സോ see ആസ് എ ലോയർ ഇപ്പം നമ്മുടെ ഒരു hourly billing ഉണ്ടല്ലോ നമുക്ക്. അപ്പം നമ്മളൊരു ആളുമായിട്ട് മീറ്റ് ചെയ്ത് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പം അവർക്ക് അറിയണമെന്നില്ല അതായത് എനിക്ക് ഇൻകോർപ്പറേറ്റ് ആണ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു സോൾ പ്രോപ്പ് ആവണം. അപ്പം നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമും പിന്നെ ആ എൻറ്റയർ ബിഗിനിങ് ടു എൻഡ് വരെയുള്ള ആ പ്രോസസ്സിന് നമ്മൾ ചാർജ് ചെയ്യുന്ന നമ്മുടെ ഒരു hourly റേറ്റ് ഉണ്ട്. സോ ഇൻ ടുഡേയ്സ് ഡേ ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ഇൻകോർപ്പറേഷൻ ആണെങ്കിൽ എനിവേ ബിറ്റ്വീൻ $800 to $1,000 ലോയേഴ്സ് ആർ ഏബിൾ ടു ഡു ഇറ്റ്. യെസ്. ഈ ഇൻകോർപ്പറേറ്റ് അല്ലെ INC എന്നുള്ള ഒരു പദം കൊണ്ട് ശരിക്കും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് സോ INC എന്ന് പറയുന്നത് യു ആർ എൻ ഇൻകോർപ്പറേറ്റഡ് ഓർ കമ്പനി. നമ്മളൊരു കോർപ്പറേഷൻ ആണ് എന്നാണ് നമ്മൾ പബ്ലിക്കിനെ അറിയിക്കുന്നത്. അത് അറിയിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അണ്ടർ കനേഡിയൻ ലോസ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്. അതായത് നിങ്ങളെയും എന്നെയും പോലെ തന്നെ ഇപ്പം നമുക്കുള്ള നമ്മുടെ റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ആൻഡ് ലയബിലിറ്റീസ് എന്ന പോലെ തന്നെ ഒരു കോർപ്പറേഷൻ ഈസ് എ ലീഗൽ എൻറ്റിറ്റി ഇൻ ഇറ്റ് സെൽഫ്. ഇപ്പോൾ കോർപ്പറേഷൻ്റെതായ ലയബിലിറ്റീസും റൈറ്റ്സും എല്ലാം ഉണ്ട്. ഫോർ എക്സാമ്പിൾ കോർപ്പറേഷൻ ക്യാൻ എൻറ്റർ ഇൻ ടു എ കോൺട്രാക്ട് വിത്ത് സംബഡി. കോർപ്പറേഷൻ വിൽ ടേക്ക് ഓൺ ദ ലയബിലിറ്റി. എന്തെങ്കിലും ആ ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു പാളിച്ചോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ലയബിലിറ്റി ആ കോർപ്പറേഷനാണ്, അല്ലാണ്ട് അതിൻ്റെ ഡയറക്ടേഴ്സിനല്ല. ബട്ട് ദർ ആർ കേസസ് വെയർ ഡയറക്ടേഴ്സ് ബിക്കം ലയബിൾ. Yes, right? Yes. Okay, so there won't be any legal liabilities when the company is incorporated. Yes, to a great extent. ഒരുപാട് protections ഉണ്ട് to the person because the corporation itself is a legal entity. അങ്ങനെ വരുമ്പം ആ കോർപ്പറേഷനെയാണ് വിച്ച് ഈസ് വൈ നമ്മൾ INC എന്ന് പറയുന്ന ആ പദം. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പം മൈ ലോ ഫോം ഇസ് ദ ലോ ഓഫീസ് ഓഫ് ക്രിസ് ലാമിനൽ പ്രൊഫഷണൽ കോർപ്പറേഷൻ. I am legally mandated to let the public know that it is professional corporation. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Chris Laminal is not the person. Chris Laminal is not liable for things that happen within the corporation unless, as I said, എല്ലാത്തിനും അതിൻ്റെതായ rules and regulations ഉണ്ട്. But it is my corporation that will be responsible. Okay. Next is funding. Obviously that's more interesting. നമുക്ക് വിദേശ ഫണ്ടുകൾ നമ്മുടെ കമ്പനിയിലേക്ക് സ്വീകരിക്കുന്നതിനായിട്ട് എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് റെസ്ട്രിക്ഷൻസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് എ മാക്സിമം എമൗണ്ട് യു ക്യാൻ ടേക്ക് ഫ്രം ഔട്ട്സൈഡ് കാനഡ ഇൻ ടു യുവർ കൺട്രി? അഗൈൻ ഇത് കുറച്ചും കൂടി ഒരു ബാങ്കിങ് റിലേറ്റഡ് അങ്ങനത്തെ ഒരു സംഭവമാണ്. ബാങ്കിങ് എന്നല്ല, മണി റിലേറ്റഡ്. അപ്പം ഫിൻട്രാക്ക് ഓബ്ലിഗേഷൻസ് എന്ന് നമ്മൾ പറയും, ഫൈനാൻഷ്യൽ ഓബ്ലിഗേഷൻസ്. അത് സത്യം പറഞ്ഞാൽ ഇവിടെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് പെർമിറ്റഡ് അണ്ടർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ട്. ഓക്കെ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ട് ഉണ്ട് നമുക്ക്. ഐ ജസ്റ്റ് ഗിവ് യു ദ കറക്റ്റ് നെയിം ഓഫ് ദി ആക്ട്. ജസ്റ്റ് എ മൊമെൻറ്റ് ഹിയർ പ്ലീസ്. സോ എസെൻഷ്യലി നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിന് അങ്ങനെ ഒരു ഇതില്ല. കാനഡ എൻകറേജസ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊവൈഡഡ് ഇറ്റ് ഇസ് ഫോർ ദ നെറ്റ് ബെനിഫിറ്റ് ഓഫ് കാനഡ. പിന്നെ അവിടെ ഒരു നാഷണൽ അല്ലെങ്കിൽ അങ്ങനത്തെ കൺസേൺ, സെക്യൂരിറ്റി കൺസേൺസ് ഒന്നും ഇല്ല എങ്കിൽ ഇറ്റ് ഈസ്
പെർമിറ്റഡ്. പിന്നെ അണ്ടർ ഫിൻട്രാക്ക് ഓബ്ലിഗേഷൻസ് ഇപ്പം നമുക്ക് ഐ എം ടോക്കിംഗ് അബൌട്ട് ബ്രിങ്ങിങ് ഇൻ മണി ഇൻ ടു കാനഡ. അപ്പോൾ ഒരു $10,000 കൂടുതൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്കിന് ദർ ആർ സോഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് ഹാവ് ടു ഡിക്ലെയർ, ദാറ്റ് ഹാവ് ടു റിപ്പോർട്ട്. അതിനൊരു 24 hour റിപ്പോർട്ടിംഗ് പീരീഡ്. FSCOയുടെ റെസ്ട്രിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ ഫൈനാൻഷ്യൽ സർവീസസിന്റെ? സോ നോ, ബേസിക്കലി ഇപ്പം നമ്മളൊരു പ്രോപ്പർ ചാനൽ ത്രൂ ലൈക്ക് വയറിംഗ് ദ മണി ഓർ ഫണ്ട്സ് ഫ്രോം ഓർ ഇലക്ട്രോണിക് ഫണ്ട്സ് whatever, so long as it's all through proper mediums and channels, and ഈ 24 hour റിപ്പോർട്ടിംഗ് പീരീഡിൽ എവിടെ നിന്നാണോ ഇത് വരുന്നത്, എങ്ങനെയാണോ ഇത് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് ആവശ്യമുണ്ടോ? നമുക്ക് എൻ്റെ കമ്പനിയിലോട്ട് see if I'm getting $100,000 from Middle East or India or Europe, anywhere, I'm getting $100,000. So in this bank, do you have to show the source of the money, where the money is coming from? അങ്ങനെ സോഴ്സ് നമ്മൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? See, essentially നമ്മൾ ഈ forms are there that you fill out. അത് again it doesn't happen at my level as a lawyer. ഇത് കൂടുതലും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലെവലിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. But in all of us who handle money have certain obligations. Source of funds, ഇപ്പം for example as a lawyer in today's date, even when I do real estate transactions, we are mandated to understand the source of the funds. പക്ഷേ അത് ഏത് ലെവൽ വരെ ആ സോഴ്സ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ റോൾ ഇൻ ദാറ്റ് ചെയിൻ ആൻഡ് വാട്ട് യു ആർ ഓബ്ലിഗേറ്റഡ് അണ്ടർ ദ ലോ. സോ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ആ ഫോംസ് ചെയ്യുമ്പോൾ തന്നെ ദർ ഈസ് എ സെക്ഷൻ where they ask you ഇതിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ട്സ് എവിടെ നിന്നാണ്. പിന്നെ വലിയ എമൗണ്ട് ട്രാൻസാക്ഷൻസ് വരുമ്പോഴത്തേക്കിന് they have a duty to report it. Okay, I got it. Again, നമ്മൾ taxation കാര്യം, I'm not sure you are able to answer me the taxation question. So if my company is not making profit in Canada, but I have a branch in Europe or Middle East, and in outside Canada my company is making handsome money, good profit. So the money which my company makes outside the country, do you have to pay taxes in Canada? To the best of my knowledge and understanding, ആവശ്യമില്ല. But again, taxation is something which is again governed by the respective laws of the respective countries. അപ്പോൾ ഇപ്പം my understanding is based on my limited knowledge about taxation. ഇപ്പം ഇന്ത്യയിലാണ് അതിൻ്റെ പ്രോഫിറ്റ് റീക്ക് ചെയ്യുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്ത്യയിൽ അതിൻ്റെ എന്തെങ്കിലും പേ ചെയ്യേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. But as far as I know about Canada, the tax law is. Yes. Okay. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞ് ആകുന്നു. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കാനുള്ളത്. അപ്പം നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ മോണിറ്റർ ചെയ്യാനായിട്ട് എന്തെങ്കിലും റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ടോ? നമുക്കിപ്പം എൻ്റെ കമ്പനി ലീഗലി ആണോ പ്രവർത്തിക്കുന്നത്, എൻ്റെ കമ്പനി എന്തെങ്കിലും ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കാനുള്ള ഒരു ലീഗൽ എന്താണ് കാനഡയുടെ അതിൻ്റെ ഒരു ഇപ്പോൾ ശരിക്കും കാനഡയിൽ നമ്മളിപ്പോൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ നമുക്ക് ആനുവൽ റിപ്പോർട്ടിങ്സ് ചെയ്യേണ്ടതായ there is a mandate that you are supposed to do that, annual reportings with CRA. അതേപോലെ തന്നെ ഇപ്പം ഒരു വെറുതെ ഇപ്പം ആരും വന്ന് ഒരു കമ്പനിയുടെ ലീഗൽ സ്റ്റാൻഡിങ് അന്വേഷിക്കില്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു കമ്പനിയെ പറ്റി എനിക്ക് സംശയം തോന്നുന്നതാണ്. സോ where I have to report that company is in suspicious or they are doing some suspicious activities. അത് ആ ഒരു ഇൻഫർമേഷൻ എനിക്ക് അറിയാമെങ്കിൽ ഏത് ഗവൺമെന്റ് അതോറിറ്റീസിന്റെ അടുത്താണ് ഞാനത് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഇപ്പം ഫെഡറലി ഇൻകോർപ്പറേറ്റഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി കോർപ്പറേഷൻസ് കാനഡ. യെസ്. ആൻഡ് ഇതിപ്പം നമ്മൾ ഈവൻ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്, നമുക്കിപ്പോൾ കോർപ്പറേഷൻസ് കാനഡയോ അല്ലെങ്കിൽ ഒൻറ്റാരിയോ ബിസിനസ് രജിസ്ട്രിയോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ ചിലപ്പോൾ അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇപ്പം ലെറ്റ്സ് സേ കമ്പനി ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എന്താണ് whatever, they have a name, അവരുടെ ഒരു മാൻഡേറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തി അവരുടെ ക്ലയൻ്റ് ആണ്, ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നത് നമുക്ക് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് വാസ് ദി അറേഞ്ച്മെൻറ്റ്. ഒന്നും പറ്റിയില്ലെങ്കിൽ ഐ ഓൾവേസ് സേ ദാറ്റ് സ്റ്റാർട്ട് അറ്റ് എ ബേസിക് ലെവൽ വെർ യു മേക്ക് അവരോട് തന്നെ കംപ്ലൈൻറ്റ് പറയുക ആ കമ്പനിയോട്, ദാറ്റ് somehow അവരുടെ മാനേജ്മെൻറ്റിനോട് അറിയിക്കുക. അവിടെ പറ്റിയില്ല എങ്കിൽ ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ഓക്കെ യു ക്യാൻ റിപ്പോർട്ട് ഇറ്റ് വിത്ത് ഈവൻ ദ പോലീസ് ദാറ്റ് ഓക്കെ നമുക്ക് മണിയിൽ ഇഷ്യൂ ഉണ്ട്, യു തിങ്ക് മണി ഫ്രോഡുലൻ്റ്ലി അവരെടുത്തു അല്ലെങ്കിൽ സംതിങ്. സോ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് നമുക്കത് റിപ്പോർട്ട് ചെയ്യാം. പക്ഷേ ശരിക്കും ഇപ്പോൾ നമ്മൾ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നമ്മൾ കുറച്ചും കൂടെ ഒരു സൊഫിസ്റ്റിക്കേഷൻ ഉള്ള ഒരു ക്ലയൻ്റ് ആണെങ്കിൽ കോർപ്പറേഷൻസ് കാനഡയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. യെസ്. അപ്പം ഫ്രോഡ് നമുക്ക് ഓൺലൈനിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ. ദാറ്റ്സ് അഗൈൻ ദ ബ്യൂട്ടി ഓഫ് കാനഡ. നമുക്ക് ഈ കോർപ്പറേഷൻസ് റിലേറ്റഡ് മാറ്റേഴ്സ് എല്ലാം തന്നെ നമുക്ക് പബ്ലിക്ലി അവൈലബിൾ ആണ് ആക്ച്വലി. സോ ഇപ്പോൾ ഒരു കമ്പനിയെ പറ്റി നമുക്ക് ഓൺലൈനിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റണം. ആൻഡ് ദർ ആർ സെർച്ച് മെക്കാനിസംസ് ഓൾസോ.
ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ഇസ് ഓബ്ലിഗേറ്റഡ് ടു അപ്ഡേറ്റ് ദെയർ ഇൻഫർമേഷൻ ഇൻ എ ടൈംലി മാനർ. അതായത് ഇപ്പോൾ ഒരു ഡയറക്ടർ മാറി ഒരു കമ്പനിയുടെ, ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ABC കമ്പനിയുടെ ഡയറക്ടറാണ് ജോഫി എന്ന് വെക്കട്ടെ. ആൻഡ് നാളെ ജോഫി ആ സ്ഥാനം മാറി ഫോർ വാട്ട്സ് എവർ റീസൺ ആൻഡ് വേറൊരാളാണ് വരുന്നത് ആസ് എ ഡയറക്ടർ. അത് ആ കോർപ്പറേഷൻ വിതിൻ 15 days ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമാണ് വിത്ത് ദ കോൺടാക്ട് ഇൻഫർമേഷൻ ഓഫ് ദ ഡയറക്ടർ. അതായത് അവരുടെ ഒരു രജിസ്റ്റേർഡ് ബിസിനസ് അഡ്രസ് ഓർ വാട്ട് എവർ എല്ലാം കോൺടാക്ട് ഇൻഫർമേഷനും വേണം. ഇത് എസെൻഷ്യലി പബ്ലിക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു പബ്ലിക്കിന് അറിയണം ഈ കമ്പനിയുടെ നടത്തിപ്പുകാരൻ ആരാണെന്നുള്ളത്. അതാണ് അവൻ്റെ വ്യത്യാസം. ഷെയർ ഹോൾഡേഴ്സ് കമ്പനി ഓൺ ചെയ്യുന്നു, ഡയറക്ടേഴ്സ് ആണ് അതിൻ്റെ ഒരു ശരിക്കുള്ള ബിഗ് ഡിസിഷൻ മേക്കേഴ്സ്. അവരാണ് ദോസ് കീ ഡിസിഷൻ മേക്കേഴ്സ് ആണ് അവർ. പിന്നെ ദർ ആർ ഓഫീസേഴ്സ് ദാറ്റ് ഗെറ്റ് അപ്പോയിന്റഡ് ടു ഡു ദ ഡേ ടു ഡേ മാനേജ്മെന്റ്. ഇപ്പം നമ്മുടെ കമ്പനിയുടെ, ഇപ്പോൾ എനിക്കൊരു ഹോം മെഡിക്സ് എന്നൊരു കമ്പനിയുണ്ട്. അപ്പം എൻ്റെ കമ്പനിയുടെ എന്തൊക്കെ വിവരങ്ങളാണ് ഓൺലൈനിൽ ലഭ്യമാകുന്നത്? അതായത് പബ്ലിക് ഡൊമൈനിൽ ഇപ്പം നമുക്കിപ്പം ഫ്രീഡം ഓഫ് ഇൻഫർമേഷനോ അല്ലെ ഇന്ത്യയിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, അതായത് പബ്ലിക്കിന് അറിയാനായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കമ്പനിയെ സംബന്ധിച്ചോളം പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണോ, അതോ ഇപ്പം ഡ്യൂ ടു മൈ പ്രൈവസി റീസൺ ലൈക്ക് ആ ഒരു പബ്ലിക്കിന് എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഡീറ്റെയിൽസ്? അൺഫോർച്ചുനേറ്റ്ലി യു കെ നോട്ട്. കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കമ്പനിയുടെ പേര് അല്ലെങ്കിൽ അതൊരു രജിസ്റ്റേർഡ് കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ രജിസ്റ്റേർഡ് നമ്പർ, അതിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ ഇൻഫർമേഷൻ ഇൻക്ലൂഡിംഗ് ദെയർ അഡ്രസ് ആൻഡ് ദെയർ ഫുൾ നെയിംസ് ആർ അവൈലബിൾ ഫോർ ദ പബ്ലിക്. ഇറ്റ് ഈസ് എ മാൻഡേറ്റ്. അത് വേണം. അത് പബ്ലിക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോയർ. ഇവിടെ ഒരു കോർപ്പറേഷൻ ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല എന്ന് നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അത് മിസ്യൂസ് ചെയ്യരുത്. അത് ഒരു പബ്ലിക്കിന് ഒരിക്കലും അതുകൊണ്ട് ഒരു ഹാം ഉണ്ടാകാതിരിക്കാൻ തന്നെ ഈ സംഭവങ്ങൾ ആക്ച്വലി പബ്ലിക് ഇൻഫർമേഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ കമ്പനി നിയമങ്ങൾ പ്രൊവിൻഷ്യൽ ലോസും ഫെഡറൽ ലോസും ഓരോ പ്രൊവിൻസിലും സെപ്പറേറ്റ് ആണ്. ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഒണ്ടാരിയോയിൽ ഒരു കമ്പനിയുണ്ട്. My company, I need to register another office in Saskatchewan, Manitoba or British Columbia. So ആ ഒരു പ്രൊവിൻസിൽ ആ ലോ വ്യത്യാസമുണ്ടോ, അതോ ഇതെല്ലാം അണ്ടർ ഫെഡറൽ ലോയുടെ വരുന്നതാണോ? നമുക്കത് നമ്മളൊരു ഫെഡറലി ഇൻകോർപ്പറേറ്റഡ് കമ്പനി ആണെങ്കിൽ ഫെഡറൽ ലോസ് ആണ് ആപ്ലിക്കബിൾ. ആസ് ഐ സെഡ്, ഇറ്റ്സ് ദ കാനഡ ബിസിനസ് കോർപ്പറേഷൻസ് ആക്ട് ദാറ്റ് ഗവേൺസ് ഇറ്റ്. Each province has their own എന്താ പറയുക legislation governing, like Ontario Business Corporations Act. അതേപോലെ തന്നെ. പക്ഷേ നമ്മളിപ്പോൾ ഒരു ഒൻറ്റാറിയോ കമ്പനി ആണെങ്കിൽ, ഫെഡറലി ആണെങ്കിൽ നമുക്ക് അക്രോസ് ഓപ്പറേറ്റ് ചെയ്യാം. ബട്ട് ഇഫ് ഇറ്റ്സ് സ്പെസിഫിക്കലി ഒൻറ്റാറിയോ റിലേറ്റഡ് ഒരു കമ്പനി ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പ്രൊവിൻഷ്യൽ ലൈസൻസസ് ഇല്ലാതെ വി കനോട്ട് പ്രാക്ടീസ് ഇൻ അനദർ പ്രോവിൻസ്. പിന്നെ നമ്മളുടെ ആർട്ടിക്കിൾസ്, ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ ആൻഡ് ദ ബൈലോസ് ആണ്. സോ എല്ലാ കോർപ്പറേഷനും അത് വേണം. കാരണം അവിടെ നിന്നാണ് നമ്മുടെ റൈറ്റ്സ്, ഓബ്ലിഗേഷൻസ്, നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ ഒരു മാനേജ്മെന്റ് സ്റ്റൈൽ, എവറിഥിങ് ഈസ് ദെയർ ഇൻ ദോസ് ആർട്ടിക്കിൾസ് ഓഫ് ഇൻകോർപ്പറേഷൻ ആൻഡ് യുവർ ബൈലോസ്. ഓക്കെ, മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, എൻ്റെ കമ്പനിയുടെ പ്രോഫിറ്റ് എനിക്ക് ഫോറിൻ രാജ്യങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. സപ്പോസ് ഐ വുഡ് സേ ലൈക്ക് $100,000 which is around 60 lakhs Indian rupees. ഞാനത് ഇന്ത്യയിലെ ബാങ്കിലോട്ട് എൻ്റെ കമ്പനിയിൽ നിന്ന് അയക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ, അതോ ഇറ്റ്സ് ഐ ക്യാൻ സെൻഡ് അൺലിമിറ്റഡ് മണി ടു എനിവെയർ ഇൻ ദ വേൾഡ്, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇത് പറയുമ്പോൾ തന്നെ വി ഹാവ് ടു ടേക്ക് ഇറ്റ് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ബിക്കോസ് അഗൈൻ വി ആർ ടോക്കിംഗ് അബൌട്ട് മണി. അപ്പം മണി ലോണ്ടറിങ്, ആൻറ്റി മണി ലോണ്ടറിങ് ഇഷ്യൂസ്, ഐ മീൻ വി നോ ഇത് എല്ലായിടത്തും പ്രെവലൻ്റ് ആണ്. സോ അഗൈൻ നമ്മളിപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആണെങ്കിൽ യു ആർ പ്രോബബ്ലി ഗെറ്റിംഗ് പെയ്ഡ് ഡിവിഡൻസ് ഫ്രം ദാറ്റ് കമ്പനി. ഓക്കെ, അപ്പോൾ ആ ഡിവിഡൻസും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്, അത് നമ്മൾ ടാക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങളും, അത് അഗൈൻ യു വർക്ക് വിത്ത് എ ഗുഡ് അക്കൗണ്ടന്റ്. പിന്നെ നമ്മുടെ ആ കൺട്രിയിലെ ലോസ് അനുസരിച്ച് CRAക്ക് ട്രാക്കിംഗ് ഉണ്ടാവുക, നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടിങ്ങോ നമ്മുടെ കമ്പനിയുടെ റവന്യൂവിനെ പറ്റിയൊക്കെ CRAക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടായിരിക്കും? CRAക്ക് കോർപ്പറേഷൻ്റെ ടാക്സസ് നമ്മൾ ഫയൽ ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഇൻഡിവിജ്വൽ ആൾക്കാർ അവരുടേതായ രീതിയിൽ അത് റിപ്പോർട്ട് ചെയ്യും, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് ദേ ഗെറ്റ്. സോ ഫോർ എക്സാമ്പിൾ, ഇഫ് ഐ എം എ ഷെയർ ഹോൾഡർ, ദെൻ ഷെയർ ഹോൾഡറിൻ്റെ ഡിവിഡൻ്റ് ആയിട്ട് എടുക്കുമ്പോഴത്തേക്കിനും അതും ഒരു നമ്മൾക്കൊരു റിപ്പോർട്ടിംഗ് ഉണ്ട്. സോ ഇഫ് യു ആസ്ക് മീ CRA ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, വാട്ട് എവർ യുവർ ഫയലിംഗ് ഈസ് ബീയിങ് ട്രാക്ക്ഡ്. യെസ്. പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വന്നു കഴിഞ്ഞാൽ ദേ ഹാവ് ഓൾ ദ എന്താ പറയുക ടൂൾസ് ടു ട്രാക്ക് എവറിഥിങ്, each transactions. Okay. Yes. I think we are done with my questions. Thank you so much. I think you explained really well to understand everyone. Thank you so much, Jofi. It's been a pleasure. Thank you very much. Thank you so much. Thank you. Thank you.